2018 ഫെബ്രുവരി 22 ലോകത്തിന് മുന്നിൽ മലയാളികൾ തലകുനിച്ച ദിവസം. വിശന്നൊട്ടിയ വയറുമായി മലകയറി വന്ന ഒരു യുവാവിനെ തല്ലിക്കൊന്നത് ഓർമ്മയുണ്ട്. എങ്ങനെ മറക്കാനാണല്ലേ? അവൻ്റെ പേരാണ് മധു. പട്ടിണി മാറ്റാൻ ഒരൽപ്പം അരിയും മല്ലിപ്പൊടിയും മോഷ്ടിച്ചു എന്ന പേരിൽ ആൾക്കൂട്ടം വിചാരണ നടത്തി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ആദിവാസി യുവാവ്. ആ ക്രൂരത കാട്ടിയവർക്ക് എന്ത് ശിക്ഷ കൊടുത്താൽ സാധുവായ മനുഷ്യന് നീതി കിട്ടും? പല അട്ടിമറികളും സാക്ഷികളുടെ കൂറുമാറ്റവും വിചാരണ വൈകിപ്പിക്കലും ഉൾപ്പെടെ കണ്ട കേസിൽ വിചാരണ കോടതി ശിക്ഷ വിധിച്ചപ്പോൾ നീതിപീഠം പോലും തലകുനിച്ച് കാണും. വീണ്ടും വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം. ഒടുവിൽ കുടുംബ പ്രതീക്ഷയുടെ കാത്തിരുന്ന ദിവസം. എന്നാൽ ഹൈക്കോടതി 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമാക്കി ഉയർത്തിയെങ്കിലും ഒന്നാം പ്രതി ഹുസൈനെ വെറുതെ വിട്ടത് നിരാശപ്പെടുത്തുന്ന വിധിയാണ്. മധുവിൻ്റെ അമ്മയ്ക്ക് 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ഉത്തരവിലുണ്ട്. ഹുസൈനെ വെറുതെ വിട്ടതിൽ വേദനയുണ്ടെന്ന് മധുവിൻ്റെ കുടുംബം പ്രതികരിച്ചു. അട്ടപ്പാടി മധു വധക്കേസിൽ ആകെ ഉണ്ടായിരുന്നത് 16 പ്രതികൾ. വിചാരണ കോടതി 7 വർഷം കഠിന തടവ് വിധിച്ച 13 പ്രതികളിൽ 12 പേർക്ക് ഹൈക്കോടതി ജീവപര്യന്തം തടവും പിഴയും വിധിച്ച് ശിക്ഷ ഉയർത്തി. പക്ഷേ ഒന്നാം പ്രതി മേച്ചേരി ഹുസൈനെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വെറുതെ വിട്ടു. നേരത്തെ വിചാരണ കോടതി വെറുതെ വിട്ട 4ഉം 11ഉം പ്രതികളെ കുറ്റമുക്തരാക്കിയ നടപടി ഹൈക്കോടതി ശരിവച്ചിട്ടുണ്ട്. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട മധുവിന്റെ കുടുംബവും സർക്കാരും നൽകിയ അപ്പീലിലാണ് 12 പ്രതികളുടെ ശിക്ഷ 3 ജീവപര്യന്തത്തിലേക്ക് ഉയർത്തിയത്. ശിക്ഷ മുഴുവനും ജീവപര്യന്തമായി ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. പ്രതികൾക്കെതിരെ നരഹത്യ, തട്ടിക്കൊണ്ടുപോകൽ, SC/ST ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തി. എന്നാൽ ഒന്നാം പ്രതി മേച്ചേരി ഹുസൈനെ വെറുതെ വിട്ടത് പ്രോസിക്യൂഷന് വലിയ തിരിച്ചടിയായി. ഒന്നാം പ്രതിയെ വെറുതെ വിട്ടതിൽ സമരസമിതിയും കുടുംബവും ആലോചിച്ച്, ഗവൺമെന്റുമായിട്ട് ആലോചിച്ച് നമ്മൾ സുപ്രീം കോടതിയിൽ ഇതിന് അപ്പീൽ പോകും. 12 പ്രതികൾക്കാണ് 3 ജീവപര്യന്തമായിട്ട് കൊടുത്തിട്ടുള്ളത്. 4ഉം 11ഉം പ്രതികളെ കീഴ്ക്കോടതി നേരത്തെ വെറുതെ വിട്ടതാണ്. 16ാമത്തെ പ്രതിയാണ് ഒരു സിമ്പിൾ ഇംപ്രീസ്മെന്റ് കൂടി ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു മികച്ച സന്ദേശമാണ്. ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു. ഒപ്പം നിന്നവർക്ക് നന്ദി പറഞ്ഞ മധുവിന്റെ കുടുംബം. നഷ്ടപരിഹാരമായി 30 ലക്ഷം രൂപ മധുവിന്റെ കുടുംബത്തിന് നൽകുവാനും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. ഇതേമാതിരി ലോക ജനങ്ങൾ ഇങ്ങനെ എന്നെ സഹായിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ ഇത്ര ആയത്. ഇല്ലാത്തവനെ ഒറ്റയ്ക്ക് എന്നുകൊണ്ട് സാധിക്കില്ല. എല്ലാ സാറുമാരും പോയിട്ട് എല്ലാവരും സഹായം ഉണ്ടായിരുന്നു. സർക്കാർ സഹായിച്ചിട്ടുണ്ട്. എല്ലാവരും അവരങ്ങനെ മുന്നിൽ അങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്താ വെച്ചത് കൊണ്ടാണ് എനിക്ക് മുന്നേ ഇങ്ങനെ ആയാൻ പറ്റുക. അല്ലാതെ ഒറ്റയ്ക്ക് എന്നെക്കൊന്നും കയറാൻ പറ്റില്ല. നമ്മുടെ അട്ടപ്പാടിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടും എന്റെ നന്ദി ഞാൻ പറയുന്നു ഈ വേളയിൽ. ഒരുപാട് നമ്മുടെ ബന്ധുക്കൾ പോലും നമ്മുടെ ഈ കേസിൽ കൂറുമാറുകയുണ്ടായി. അതിൽ എനിക്ക് വളരെ വിഷമം തന്നെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അനുഭവിച്ച ഓരോ അവഗണനയും വേദനയും അവരൊക്കെ നമ്മളെ ഒരു താഴ്ത്തുന്ന രീതിയിൽ അത്രയ്ക്കും പരമാവധി ചവിട്ടി താഴ്ത്തിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം നമ്മളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എത്തിയപ്പം അതിലൊരു നല്ലൊരു ആശ്വാസമാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. 16ാം പ്രതി മുനീറിന് നേരത്തെ 3 മാസം മാത്രമായിരുന്നു വിചാരണ കോടതി ശിക്ഷ വിധിച്ചത്. ഇത് 1 വർഷമായി ഡിവിഷൻ ബെഞ്ച് ഉയർത്തി. ഭക്ഷണം മോഷ്ടിച്ചെന്നാരോപിച്ചായിരുന്നു മധുവിനെ 2018 ഫെബ്രുവരി 22 തല്ലിക്കൊന്നത്. കേസിൽ 24 സാക്ഷികൾ കൂറുമാറിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.